ഹായ് ഹലോ ഹൗ ആർ യു ട്രാവൽ വൈബിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ കാശ്മീർ ഓൾ ഇന്ത്യ റൈഡിൻ്റെ ഭാഗമായിട്ടുള്ള 5ാമത്തെ ഡേ ആണ് ഇപ്പോൾ. നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യുന്നത് പൻവേലാണ്. ഇന്നലെ നമ്മൾ താനെ പ്ലാൻ ചെയ്ത് പോയതാണ്. ബട്ട് രാത്രി ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് താനെ ഓടിപ്പിടിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മളിവിടെ ഒരു മലയാളി ഹോട്ടലിൽ സ്റ്റേ അറേഞ്ച് ചെയ്തു. ഇവിടെ ഇന്നലെ റെസ്റ്റ് എടുത്തു. ഫുള്ള് നല്ല രീതിയിൽ റെസ്റ്റ് എടുത്തു, നല്ല ഉറങ്ങി. ഇപ്പോൾ റൈഡ് ചെയ്യാൻ ഫുള്ള് എന്താ പറയുക പവറായിട്ടുണ്ട്. നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഏകദേശം സമയം 9 മണിയായി. ബാക്കി എല്ലാവരും പാക്കപ്പ് ചെയ്തുകൊണ്ട് നിൽക്കണം. എന്താ വണ്ടിയൊക്കെ ഇവിടെ സ്റ്റാർട്ടിങ് വെച്ചിട്ടുണ്ട്. വെള്ളം പാക്കപ്പായി. ഈ ഹോട്ടലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. ഹോട്ടലിൻ്റെ ഓണർ ഇതാണ്. ചേട്ടാ പേരെന്താ പറഞ്ഞത്? പേര് പ്രകാശ് നായർ. അപ്പോൾ നമ്മളിവിടെയാണ് സ്റ്റേ ചെയ്തത്. അടിപൊളി ഹോട്ടലാണ്. ഈ റൂമിലാണ് നമ്മളിന്നലെ സ്റ്റേ ചെയ്ത സ്ഥലം. ഓക്കെ അല്ലേ, പോലെ. ഇതാണ് ഷഫീഖ് ഭായ്, മലപ്പുറം. ഫുള്ള് ഹെൽപ്പായിരുന്നു നമുക്ക് ഷഫീഖ് ഭായ്. മൂപ്പര് ഇവിടെ തന്നെ സെറ്റിലാകാം പോലെ. ഇത് നമ്മളെ റൂമിൻ്റെ അവസ്ഥ നോക്കിയേ. അപ്പോൾ നമ്മൾ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പോകണം. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് യാത്രയിൽ കാണാം. അപ്പോൾ നമ്മളിപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിലാണുള്ളത്. നമ്മളെ എൻ്റെ വണ്ടിക്ക് ചെറിയ ബ്രേക്ക് ഇഷ്യൂ വന്നിട്ടുണ്ട്. ഇവിടെ സർവീസ് സെൻ്ററിൽ വന്നിട്ടുള്ളത്. നമ്മളത്രേ ആയല്ലോ, വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 3 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോൾ അതിന് ബ്രേക്ക് ഫെയിലറായി. അതവിടെ വന്നിട്ടുണ്ട്. അവർ വന്നിട്ട് നോക്കി ചെയ്തു തരുന്നുണ്ട്. ഇതൊക്കെ ഇതൊക്കെ നോർമൽ ഇഷ്യൂ അല്ലേ? 10 മിനിറ്റ് പണിയേ ഉള്ളൂ. ഇതൊക്കെ 10 മിനിറ്റ് പണിയേ ഉള്ളൂ ബ്രേക്കൊക്കെ അല്ലേ? 5 മണി വരെ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇതാ ഷോറൂമിലാണുള്ളത്. അവർ നോക്കിയിട്ട് ചെയ്തു തരാൻ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു 1 അവർ എടുക്കുമായിരിക്കും. അപ്പോൾ പണി നടക്കട്ടെ. അപ്പോൾ ഇതാണ് കഴിഞ്ഞ് തീർന്ന ബ്രേക്ക് പാഡ്. ഇത് നമ്മൾ മാറ്റാൻ പോവാണ്. പുതിയ ഇടാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ബ്രേക്ക് കിട്ടാതെ. അപ്പോൾ വണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക് പാഡ് മാറ്റി. അതുപോലെ തന്നെ നമ്മളിതാ ചെയിൻ ലൂപ്പിൻ്റെ സെറ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ബ്രേക്ക് വാഷ് വെച്ചിട്ട് മൂവ് ചെയ്യും. ഒരുപാട് നമ്മൾ ലേറ്റ് ആയിപ്പോയി. നമ്മൾ പ്രതീക്ഷിക്കാതെ പറ്റിയതായതുകൊണ്ട് ഇനി നമ്മൾ ബ്രേക്ക് വാഷ് കഴിച്ചിട്ട് ഒറ്റ പോക്ക് വടോദര അല്ലേ? വടോദര എത്ര ബില്ലാടാ? 5000. കത്തി റേറ്റ് ബാബോ. ഇത് എവിടെ വെക്കണം? എൻ്റെ വണ്ടി വെക്കണം. ഒരു സ്പേസ് ഉണ്ടായിരുന്നു നോക്കാം. അപ്പോൾ നമ്മളിതാ പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ സൂറത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടിലാണ്. നമ്മളെ ഡെസ്റ്റിനേഷൻ ഇന്ന് വഡോദരയാണ്. അപ്പോൾ ഇന്ന് ഏകദേശം നമ്മൾ 500 കിലോമീറ്ററെങ്കിലും കവർ ചെയ്യാനുള്ള രീതിയിലാണ് വിട്ടത്. അപ്പോൾ ഏകദേശം ഇപ്പോൾ സമയം 6 മണിയായി. വഡോദര എത്തുമ്പോൾ 10-10 ആവുമായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് എടുത്തതാണ്. ടോൾ പ്ലാസിൻ്റെ അടുക്കാം ചെറിയൊരു ചായക്കടയിൽ ചായ കൂടിയായിരുന്നു. റൈഡ് തിരിച്ചിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് എത്തുമെന്ന് അറിയില്ല. മാക്സിമം വഡോദര പിടിക്കാൻ നമ്മൾ പ്ലാന്. അപ്പോൾ ഇന്ന് കുറച്ച് ഹെവി, ഫുൾ ടയർഡായി. കാരണം 500 കിലോമീറ്ററോളം റോഡിൽ ഭയങ്കര വെയിലാണ്, ട്രാഫിക്കാണ്. അതായത് നമുക്ക് നോക്കാം. എത്തുകയാണെങ്കിൽ ഇന്ന് വഡോദര സ്റ്റേ ഇടും. ബാക്കി നമുക്ക് കാണാം. 4 മണിക്കൂർ ഓടിച്ചാൽ 1.5 മണിക്കൂറായിട്ടോ വണ്ടി നിർത്തിൻ്റെ പ്രൂഫൊക്കെ കാണിക്കും പോലെ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ വഡോദര എത്തിയിട്ടുണ്ട്. വഡോദര എത്തുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു 10 കിലോമീറ്റർ ബാക്കിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മളിപ്പോൾ ഇന്നിവിടെ സ്റ്റേ സെറ്റ് ചെയ്തല്ല. ഇവിടെ ഒരു ധാബയുണ്ട്. ധാബയിലെ അയാളോട് ചോദിച്ചു. അയാൾ പറഞ്ഞു ഓക്കെ ഇവിടെ ടെൻ്റ് അടിച്ചെന്ന് പറഞ്ഞു. അയാളെ പെർമിഷൻ വാങ്ങിയിട്ട് നമ്മളിതാ റോഡ് സൈഡിൽ ഹൈവേ ആണ്. ഹൈവേന്ന് കുറച്ച് മാറിയിട്ട് കുറച്ച് സേഫായ സ്ഥലത്ത് നമ്മൾ ടെൻ്റ് അടിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ പഴയ ബിൽഡിംഗ് ആണ്. അതിൻ്റെ ഒരു സിറ്റ് ഔട്ടിലാണ് ടെൻ്റ് അടിച്ചിട്ടുള്ളത്. ഇവിടെ സേഫാണെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ലൈറ്റ് ഉണ്ട്. വേറെ ഇഴജന്തുക്കളും പ്രശ്നങ്ങളൊന്നുമില്ല. വണ്ടിയൊക്കെ നമ്മൾ ഫുള്ള് ലോക്ക് ചെയ്ത് സെറ്റാക്കി വെച്ച് ഇനി ഇവിടുന്ന് ഭക്ഷണം കഴിക്കണം. നല്ലൊരു ഉറങ്ങണം. നല്ല രാവിലെ വിടണം അല്ലേ? പിന്നെ ടോയ്ലറ്റൊക്കെ ഇവിടെയുണ്ട്. ഇവിടെ ഹോട്ടലിലെ സ്റ്റാഫിന് വേണ്ടിയിട്ട് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ഇവിടെയുണ്ട്. അതുകൊണ്ട് വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. ആ പറഞ്ഞോളി, എങ്ങനെയുണ്ട് ടെൻറ്റ് സ്റ്റേ?
സൂപ്പറല്ലേ? നമുക്കിപ്പോ നല്ല ക്ലൈമറ്റ് ആണ്. ക്ലൈമറ്റ് ഇപ്പോൾ ഓക്കെയാണ്, കാരണം വലിയ ചൂടൊന്നുമില്ല, നല്ല കാറ്റുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ടെൻറ്റ് സ്റ്റേ അടിച്ചടിച്ച് ശീലമായി. കൊതുകുണ്ടെങ്കിലും നമുക്ക് കുഴപ്പമില്ല, ഇത് നെറ്റ് ഓഫ് ചെയ്യാലോ. അതെ. പിന്നെ എൻ്റെ കയ്യിൽ ഓഡോമോസ് പിന്നെന്താ വേണ്ടേ? സെറ്റ് 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 ഇത് വേണ്ട. രണ്ടാളും ബ്രദേഴ്സാണെന്ന് ഒരേപോലത്തെ ടീഷർട്ടാണല്ലോ. ആണോ? ഇരട്ടകളാണോ? നിങ്ങൾ ഇരട്ടകളാണോ? അല്ല, വ്ളോഗർ. ആ വ്ളോഗ് കഴിഞ്ഞാൽ ഈ ഡ്രസ്സ് എടുത്തിടാം നമ്മൾ 4 പേരും. അടി കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് വരും. അതാണ്. അപ്പോൾ സെറ്റപ്പൊക്കെ ഓക്കെയാണ്. ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചിട്ടാകുമ്പോൾ ഈ വ്ളോഗ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ നമ്മളിവിടെ കാഴ്ചകൾ അടുത്ത വ്ളോഗിൽ വരും. വഡോദരയിൽ നിന്ന് അങ്ങോട്ടുള്ള കാഴ്ചകൾ, ജയ്പൂർ, രാജസ്ഥാനൊക്കെ കവർ ചെയ്തിട്ടാണ് നാളെ പോകുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കട്ടെ, റെസ്റ്റ് എടുക്കട്ടെ. അടുത്ത അടിപൊളി വ്ളോഗായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ എല്ലാവരും ഒരു ബായ് പറഞ്ഞോ, ഒരു ബായ് പറഞ്ഞോളി. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, ബൈ ബൈ. ബൈ, ഗുഡ് നൈറ്റ്.